ആര് തന്നെയായാലും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇടപെടരുത് എന്നാണ് ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് എല്ലാവരോടും പറഞ്ഞിരുന്നത്. എല്ലാവരോടും എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരോട് മാത്രമല്ല, അശ്വിൻ്റെ വീട്ടുകാരോടും ഞാൻ അത് തന്നെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ ഞാൻ പറയും. പക്ഷേ എനിക്ക് ഷൂട്ടുള്ള ദിവസം അവനെ നോക്കാൻ എനിക്ക് ആരെങ്കിലും വേണം. ഒരു അഭിമുഖം എടുക്കാനൊക്കെ ഞാൻ പോകുമ്പോൾ ഇതുപോലെയുള്ള സമയങ്ങളെടുത്ത് നോക്കിയാൽ എനിക്ക് അമ്മയെ വേണം, അല്ലെങ്കിൽ അവനെ നോക്കാൻ എനിക്ക് ആരെങ്കിലും വേണം. എനിക്ക് എൻ്റെ പ്രൊഡക്റ്റ് ഷൂട്ട് എടുക്കുന്ന സമയത്ത് അവനെ നോക്കാൻ ആരെങ്കിലും വേണം. അങ്ങനെ ഒരു ദിവസം ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ നോക്കാൻ മാത്രം എനിക്ക് ആൾ മതി. അല്ലാത്ത മുഴുവൻ സമയവും അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ തയ്യാറാണ്. ഇങ്ങനെയാണ് ദിയ പറഞ്ഞത്. ചിലപ്പോൾ ഇതായിരിക്കാം അശ്വിൻ്റെ അമ്മയ്ക്കുണ്ടായ ചെറിയൊരു പ്രശ്നം എന്നാണ് എല്ലാവരും പറയുന്നത്. ഇതിന് കാരണമുണ്ട് എന്ന് തന്നെ പറയാം. സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്ത് സംഭവിച്ചു അശ്വിൻ്റെ അമ്മയ്ക്ക് എന്നത്. കാരണം ഗർഭിണിയായിരുന്ന സമയത്തുള്ള ഒരു സന്തോഷമൊന്നും കുഞ്ഞ് ജനിച്ചതിന് ശേഷം കാണാനില്ലായിരുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതിനൊരു കാരണം കൂടിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാ സമയത്തും ദിയയുടെ ഒപ്പം തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അശ്വിൻ്റെ അമ്മ മീനമ്മ. എല്ലായ്പ്പോഴും വീട്ടിലേക്ക് വരുന്നു, ദിയയ്ക്ക് സന്തോഷം കൊടുക്കുന്നു, ദിയയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ ഒരേ ബഹളമായിരുന്നു. എന്നാൽ ഗർഭിണിയായി അവസാന സമയമൊക്കെ ആയപ്പോഴേക്കും മീനമ്മയുടെ ചിത്രങ്ങളൊന്നും കാണാനില്ല. മീനമ്മ വീട്ടിലേക്ക് വരുന്നില്ലായിരുന്നു. കുഞ്ഞു വന്നിട്ട് പോലും മീനമ്മയെ കാണാനില്ലായിരുന്നു. പ്രസവിക്കുന്ന സമയത്തും മീനമ്മ അവിടെ ഇല്ലായിരുന്നു. ഇതൊക്കെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെ ഇടയിലും ചോദിക്കാനുള്ള ചോദ്യമായി തന്നെ മാറുന്നത്. പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വ്യക്തമായ രീതിയിൽ തന്നെ ദിയയുടെ ഈ സ്വഭാവം തന്നെയാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത്. എന്തുണ്ടെങ്കിലും വളരെ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു സ്വഭാവക്കാരിയാണ് ദിയ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ദിയ ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് മീനമ്മയ്ക്ക് ചെറിയ പ്രശ്നമായി മാറിയിട്ടുണ്ടാവുക. എല്ലാവരുടെയും ഊഹമാണ്. ദിയ ഇപ്പോൾ ഇങ്ങനെയും കൂടി പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത് തന്നെ ഉറപ്പിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നു. ദിയ എന്തെങ്കിലും കുഞ്ഞിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കാമെന്നും അതുകൊണ്ട് തന്നെ ആകാം മീനമ്മ അങ്ങനെ പെരുമാറുന്നതെന്നും നേരത്തെ ചിലരെങ്കിലും അഭിപ്രായപ്പെട്ടിരുന്നുവെങ്കിലും ഇപ്പോഴത് സത്യമായി മാറുകയാണ് എന്ന് തന്നെ പറയണം. പ്രേക്ഷകരെല്ലാവരും കൃത്യമായി മനസ്സിലാക്കുന്നതും ഇതേ കാര്യമാണ് എന്ന് പറയണം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും അത് മനസ്സിലാകുന്നുണ്ട്. എല്ലാവരും വളരെ വ്യക്തമായി തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ദിയ മീനമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യുകയോ പറയുകയോ ആയിട്ടുണ്ടാകും എന്ന് ഉറപ്പായിരുന്നു. ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടായിരിക്കാം മാറിയതെന്ന് പറയുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. എനിക്ക് അവരുടെയൊക്കെ ചിലപ്പോഴത്തെ ഹെൽപ്പൊക്കെ വേണം. ഞാൻ അവനെയും കൊണ്ട് ഫ്ലാറ്റിൽ പോയതിന് ശേഷം ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുവെന്ന് ദിയ പറയുമെങ്കിലും ദിയയുടെ വാക്കുകൾ എല്ലാവർക്കും ഇപ്പോൾ അശ്വിൻ്റെ വീട്ടുകാർക്കതൊരു ബുദ്ധിമുട്ടായി മാറിയോ എന്ന സംശയത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് പറയുന്നു. എല്ലാവരും അതിനെക്കുറിച്ച് സമ്മതിക്കുന്നുമുണ്ട് എന്ന് പറഞ്ഞേ മതിയാകൂ. എല്ലാവരും ദിയയുടെ ഈ വാർത്ത കേൾക്കുമ്പോൾ തന്നെയാണ് അത് മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ ഇതായിരിക്കാം അശ്വിൻ്റെ അമ്മയുടെ അകൽച്ചയുടെ കാരണമെന്നാണ് ആദ്യം കേട്ടപ്പോൾ തന്നെ പ്രേക്ഷകർ പറഞ്ഞത്. എൻ്റെയോ എൻ്റെ കുഞ്ഞിൻ്റെയോ കാര്യത്തിൽ ഇടപെടരുതെന്ന് ഗർഭിണിയായിരുന്ന സമയത്തെ എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നു. അത് അശ്വിൻ്റെ വീട്ടുകാരോട് മാത്രമല്ല, എൻ്റെ വീട്ടുകാരോടും അത് പറഞ്ഞിരുന്നുവെന്ന് ദിയ പറയുമ്പോൾ സ്വന്തം വീട്ടുകാരോട് പറയുന്നത് പോലെ അല്ല ഭർത്താവിൻ്റെ വീട്ടിലെന്നും അത് ദിയ ശ്രദ്ധിക്കേണ്ടതായിരുന്നുവെന്നും പറയുന്നു. സ്ട്രെയിറ്റ് ഫോർവേഡ് ഒക്കെ ശരിയാണ്, പക്ഷെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എല്ലാവരും അങ്ങനെ പെരുമാറണം കേൾക്കണം എന്നൊന്നുമില്ല ദിയ എന്നാണ് എല്ലാവരും ഇപ്പോൾ ദിയയെ ഉപദേശിച്ചുകൊണ്ട് എത്തുന്നത്. പ്രേക്ഷകർ ഓരോരുത്തരും അത് സമ്മതിച്ചുകൊണ്ടും എത്തുന്നുണ്ട്. നിലവിൽ പ്രേക്ഷകർ എല്ലാവരും അത് വളരെയധികം തന്നെ ഏറ്റെടുക്കുകയും ചെയ്യുന്നുവെന്നാണ് പറയുന്നത്. ആരാധകരും അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.